അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി നൌഷർ കല്ലടയെ തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ ഹാജി UDFിലെ ധാരണ പ്രകാരം രാജിവെച്ച ഒഴിവിലേക്കാണ് കോൺഗ്രസ് പ്രതിനിധിയായ നൌഷർ കല്ലടയെ തെരഞ്ഞെടുത്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി K സാദിലിനെ 4 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് നൌഷർ കല്ലട പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 18 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 9 അംഗങ്ങൾ മുസ്ലിം ലീഗും 8 അംഗങ്ങൾ LDFും 1 അംഗം കോൺഗ്രസുമാണ്. UDFിലെ ഒരാൾ വിദേശത്തായതിനാൽ പങ്കെടുത്തിരുന്നില്ല. 9 UDF മെമ്പർമാരും നൌഫൽ കല്ലടക്ക് വോട്ട് ചെയ്തപ്പോൾ CPM സ്ഥാനാർത്ഥിക്ക് 5 വോട്ട് മാത്രമാണ് കിട്ടിയത്. ബാക്കി 3 CPM അംഗങ്ങളുടെ വോട്ടും അസാധുവായി. ഇതോടെ നൌഷർ കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് നൌഷർ കല്ലട ന്യൂസ് 10 ചാനലിനോട് പ്രതികരിച്ചു. ഇനിയുള്ള 2 വർഷവും അരീക്കോട്ടെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ ആവശ്യങ്ങൾക്കും പരിപൂർണമായിട്ടും പഞ്ചായത്ത് കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകുകയാണ്. ഈ 2021-25 വർഷത്തിൽ 3 വർഷം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നും നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുൻ പ്രസിഡന്റ് ടി അബ്ദുൽ ഹാജി നടപ്പിലാക്കി വെച്ച കാര്യങ്ങൾ തുടർന്ന് പോകുമെന്നും കൂടി ഉറപ്പ് നൽകുകയാണ്. 3 പേരുടെ അസാധു വോട്ട് UDFിന് നൽകിയ പിന്തുണയായാണ് കാണുന്നതെന്നും നൌഷർ കല്ലട പറഞ്ഞു. ഈ 3 വർഷത്തിലുള്ള അംഗീകാരമായിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ 3 വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വിവേചനമില്ലാതെ എല്ലാ വാർഡുകളും ഒന്നായി കണ്ടുകൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിലും നല്ല പ്രവർത്തനവും നല്ല ഭരണവും കാഴ്ചവെക്കുമെന്നാണ് പറയാനുള്ളത്. അരീക്കോട് അങ്ങാടിയിൽ UDFിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.